എന്റെ പേര് നിഷ, കൊല്ലത്തുനിന്ന് വരെയാണ്. സോഷ്യൽ മീഡിയ വഴിയാണ് ഇത് അറിഞ്ഞത്. ഞാൻ 2007 തൊട്ട് ഫീൽഡിലുണ്ട്. എന്നിട്ട് 2018 ആയപ്പോഴത്തേക്ക് ഫീൽഡ് ഔട്ട് ആയി. പിന്നെ വീണ്ടും എനിക്ക് ഇതിൽ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ പറഞ്ഞപ്പോൾ 4 വർഷത്തിന് ശേഷം ഇപ്പൊ അടുത്തിടയ്ക്ക് ഒരു 1.5 കൊല്ലമായി ഞാൻ വീണ്ടും വന്നപ്പോ എനിക്ക് ഇത് തന്നെ എന്റെ പ്രശ്നം, ഹെയർ കട്ടിങ് കറക്റ്റ് ആവുന്നില്ല. അപ്പൊ ഞാൻ അവിടെ അടുത്ത് വീണ്ടും ഒരിടത്ത് പോയിട്ട് ആദ്യം തൊട്ട് ഞാൻ പഠിച്ചിട്ട് വന്നിട്ടും എനിക്ക് അവിടുന്ന് ഒന്നും കറക്റ്റായിട്ട് ചെയ്തു, ഞാൻ വിടുന്നു എന്നല്ലാതെ എനിക്ക് ബട്ടർഫ്ലൈ കട്ടിനെ പറ്റിയിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ചെയ്യണമെന്ന്. അതിന് വന്ന ആളെ പോലെ എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാനത് ലെയർ അടിച്ചിട്ട് ഞാൻ വിട്ടു. പിന്നെ ഇവിടെ വന്നിട്ട് ഇപ്പൊ ആദ്യത്തെ ഇതിൽ തന്നെ ഇതൊക്കെ റെഡിയാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പിന്നെ ശ്രുതിയുടെ സംസാരം ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. മെയിനായിട്ട് വന്നത് ആ ഒരു സംസാരത്തിൽ ഇത് തന്നെ. ഇതൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതിന് വലിയ താങ്ക്സ്. നന്നായിട്ട് വരും കേട്ടോ. ഇത് ഞാന് നന്ദി ഭയങ്കര കേട്ടോ. നന്നായി നമ്മള് ഇത്രയും മെനക്കെട്ട് നിങ്ങൾ വന്നതല്ലേ, അതാണ് നമ്മൾ അത്ര മെനക്ക് നല്ല നമുക്ക് അവിടെ ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഇയാളുടെ സംസാരം എന്നെ ഇവിടെ എത്തിച്ചേ. ഞാൻ അങ്ങനെ ഇത്രയും ദൂരം പോയിട്ടുണ്ട് വീട്ടുകാരുമായിട്ടല്ലാതെ. ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു യാത്ര ഞാൻ ചെയ്തതും, ഞാൻ ട്രെയിൻ കയറുന്നതും തൊട്ട് ഞാൻ വിളിക്കുന്നുണ്ട് എവിടാ എന്ന് എനിക്ക് അറിയത്തില്ല ശരിക്കും. ഞാൻ ഇവിടെ എത്തിയത് ഇതിന്റെ സംസാരത്തില. അതിനോട് ഞാൻ ചോദിച്ചു പറ്റുമോ, പറഞ്ഞ പറ്റും, നിങ്ങൾ വാ വന്ന് ചെയ്ത് നോക്കപ്പോ റെഡി ആവും പറഞ്ഞെങ്കിലും ഞാനിത് തൊട്ടുമ്പോ ചെയ്യുമ്പോ പോലും ഞാനിത് പ്രതീക്ഷിച്ചില്ല. എല്ലാരും ഫെയിൽ ആയി പോകും എന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയായിരുന്നു. പക്ഷെ വലിയ താങ്ക്സ് ഇവളോട് കൊണ്ട്. നമുക്ക് സന്തോഷം. അല്ല അത് വലിയ കാര്യം തന്നെ, ഒന്നും പറയല്ല. നേരങ്ങളിൽ എത്തട്ടെ ഇനിയും കേട്ടോ. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോ. ശ്രുതി കൂടെ ഉണ്ടാവും. ശ്രുതി എന്നോട് പറഞ്ഞു. ശ്രുതിയോട് ഭയങ്കര താങ്ക്സ്.